ഷാനും വിനീത് ശ്രീനിവാസനും ബേസിലെല്ലാം ഫേമസ് ആക്കിയ ഷെഫ് അശ്വിൻ്റെ ചെമ്മീൻ നിർവ്വാണയാണ് നമ്മളിന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ കുറച്ച് ചെമ്മീനാണ് എടുത്തിരിക്കുന്നത്. ഒരു പരീക്ഷണം നടത്താനായിട്ടായതുകൊണ്ട് തന്നെ കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേക അട്രാക്ഷൻ അതിൻ്റെ മസാല ആയതുകൊണ്ട് തന്നെ മസാല ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഷെഫ് പറഞ്ഞ പോലെ തന്നെ കുറച്ച് മല്ലിയില, കുറച്ച് വേപ്പില, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, കുറച്ച് കുരുമുളക്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാല. ഇനി ഇതെല്ലാം അരച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പം അതിനായിട്ടൊരു മിക്സിയിൽ നമ്മൾ മല്ലിയില, പിന്നെ വേപ്പില, പിന്നെ അതിന് ശേഷം ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ കുറച്ച് കുരുമുളക്, അത് ചെമ്മീൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചാണ് നമ്മൾ കുരുമുളക് എടുക്കേണ്ടത്. പിന്നെ പൊടികൾ മുളക് പൊടിയാണ് ഇടുന്നത്. അപ്പം മുളക് പൊടി എരിവിനനുസരിച്ച് നമ്മൾ ചേർക്കണം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ടേസ്റ്റ് അനുസരിച്ചുള്ള ഗരം മസാലയും ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മളിത് അരച്ചെടുക്കാനായിട്ട് നമ്മൾ വെള്ളം ചേർക്കുന്നില്ല. അപ്പം അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണയും പിന്നെ വിനാഗിരിയാണ് ചേർക്കുന്നത്. അപ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർക്കുക. പിന്നെ വിനാഗിരി ചേർക്കുമ്പോൾ കൂടി പോവാതിരിക്കാനായിട്ട് നമ്മൾ സൂക്ഷിക്കണം. ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കണം, അത് മറക്കരുത്. ഇനി ഇതെല്ലാം കൂടി നല്ല രീതിയിൽ അരച്ചെടുക്കണം. ഇതിപ്പോൾ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ ചെമ്മീനിൽ പരട്ടാവുന്ന രീതിയിലുള്ള ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം അടിച്ചെടുക്കേണ്ടത്. അപ്പോൾ അതിനി നമ്മൾ ചെമ്മീനിലേക്ക് നല്ല രീതിയിൽ തേച്ച് പിടിപ്പിക്കുക. കാരണം ഈ മസാലയിലാണ് മെയിനായിട്ടുള്ള ടേസ്റ്റ് ഇറങ്ങിയിട്ടുള്ളതെന്നാണ് നമ്മുടെ ഷെഫ് അതിൽ പറയുന്നത്. അപ്പോൾ ഇത് നല്ല രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിതൊരു റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. മിനിമം ഒരു 30 മിനിറ്റ് എങ്കിലും വെക്കണം എന്നാണ് പുള്ളി പറയുന്നത്. നമ്മളതൊരു 30 മിനിറ്റ് കൂടുതൽ, ഒരു 40 മിനിറ്റ് കൂടുതൽ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഒരു പാൻ ചൂടാക്കിയിട്ട് നമ്മളിത് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ മെയിൻ ജോലി എന്ന് പറഞ്ഞാൽ മസാല പ്രിപ്പയർ ചെയ്യലാണ്. അതിനുശേഷം പിന്നെ വളരെ പെട്ടെന്ന് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ചെമ്മീൻ ആദ്യം ഒരു ചെറു തീയിലിട്ട് വറുത്തെടുക്കുക. ഒരു അധികം സമയം എടുക്കില്ല ചെമ്മീൻ വേവാനായിട്ട്. ഇനി അതിൻ്റെ മറ്റൊരു ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ. ഈ തേങ്ങാപ്പാൽ ചെമ്മീൻ വെന്ത് കഴിയുമ്പോൾ നമ്മളതിലേക്ക് ആഡ് ചെയ്യാണ്. അപ്പം നമ്മൾ അധികം ഗ്രേവി ഇല്ലാത്ത രീതിയിലാണ് നമ്മളിവിടെ പ്രിപ്പയർ ചെയ്യുന്നത്. ഒരു സെമി ഗ്രേവി അല്ലെങ്കിൽ ഒരു ഡ്രൈ രീതിയിലാണ് നമ്മളിവിടെ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം ഒരു 4-5 മിനിറ്റോളം ഇത് ചെറു തീയിലിട്ട് ഇങ്ങനെ വേവണം. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെ ഒഴിച്ച് വെന്ത് വരുമ്പോൾ തന്നെ നമുക്കൊരു ഫ്ലേവർ, അതിൻ്റെ ഒരു നല്ലൊരു സ്മെല്ല് ഇങ്ങനെ അടിച്ചു തുടങ്ങും. ഇനി ലാസ്റ്റായിട്ട് നമ്മളതിലേക്ക് ഒരു പിഞ്ച് ഷുഗറും കൂടി ആഡ് ചെയ്യുന്നുണ്ട്, ടേസ്റ്റ് ബാലൻസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ അശ്വിൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഉണ്ടാക്കി നോക്കുകയാണ്. അപ്പോൾ അതേപോലെ തന്നെയുള്ള നല്ലൊരു ഫ്ലേവറാണ് നമുക്കിത് കിട്ടുന്നുണ്ടായിരുന്നത്. അതിനുശേഷം ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അധികം ഗ്രേവി ഇല്ലാത്ത രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിനൊരു പച്ച കളറാണ് ഉണ്ടാവുന്നത്. ഇതിപ്പോൾ നമ്മൾ ക്യാമറയുടെ ലൈറ്റ് കാരണമാണ് ഈ ഒരു കളർ വന്നിരിക്കുന്നത്. എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ഫാമിലിയിലുള്ള എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടുള്ള ഒരു ഡിഷായിരുന്നു അത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളതും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, അഭിപ്രായം പറയൂ. അടുത്തൊരു വീഡിയോയിൽ ഉടൻ തന്നെ കാണാം. താങ്ക് യു.